ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് സലാഡ് ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കിയാലോ. ഞാനിതെല്ലാം ഇവിടെ കട്ട് ചെയ്തെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റങ്ങളും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ സോസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മിക്സ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നാൽ എൻ്റെ ഫ്രണ്ട്സുകൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സോസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ സോസ് ഉണ്ടാക്കിയത് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ, 1 നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, 2 ടീസ്പൂൺ ഹണി, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, ഉപ്പ്, 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതാണ്. ഇത്രയും സാധനം കൂടെ ഇത് ഒഴിച്ച് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്ക് വെള്ള എള്ളും കറുത്ത എള്ളും കൂടി വറുത്തിട്ട് അതിലോട്ടൊന്ന് ഇട്ട് മിക്സ് ആക്കണം. കണ്ട, ഇതാണ് സംഭവം. ഈ സംഭവമാണ് കറുത്ത എള്ളും വെള്ള എള്ളും. അത് വറുത്തിട്ട് ഞാൻ 1 ടീസ്പൂൺ ഇതിനകത്തോട്ടിട്ട് കുലുക്കി മറിച്ചെടുത്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാം കൂടെ കുലുക്കി മറിച്ചെടുത്ത് ഒരു ബോളിനകത്താക്കി വെച്ചിരിക്കുന്ന ഒരു സോസാണ്. കണ്ടല്ലോ നിങ്ങൾ. അടുത്തത് നമുക്ക് സലാഡയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം. കണ്ടോളോ. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്ത് ഇതേമാതിരി ഞാൻ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ മുറി കാപ്സിക്കം മഞ്ഞയും പച്ചയും ഞാൻ എടുത്ത് കട്ട് ചെയ്ത് ഇതേമാതിരി ചെറിയ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം നൂഡിൽസ്. ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. 100 ഗ്രാം നൂഡിൽസ് ഞാൻ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് ഊറ്റിയെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 കുക്കുംബറാണ്. ആ കുക്കുംബറിൻ്റെ അകത്തിരുന്ന ആ ചോറങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വയലറ്റ് കാബേജാണ്. അത് 1 മുറി വയലറ്റ് കാബേജ് എടുത്ത് ഞാൻ ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 ഗ്രാം ചിക്കനാണ്. ചിക്കൻ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് ഇതേമാതിരി നൂലാമാലയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് നൂലാമാലയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് സഹോദരങ്ങളെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നിങ്ങളടുത്ത് പറഞ്ഞാൽ എന്തോ വിട്ടുപോയി. 2 ക്യാരറ്റ് എടുത്ത് ഇതേമാതിരി ചിരണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു നാരങ്ങ വേണം. അത് കട്ട് ചെയ്തെടുക്കുക ആ സമയത്ത്. എന്നാൽ നമുക്കൊന്ന് പോകാം വീഡിയോയിലേക്ക്. ബാ. ഇതെല്ലാം കൂടി ഞാൻ ഒരു ബോൾ എടുത്തിട്ട് ആ ബോളിലോട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി സഹോദരങ്ങളെ, അത് ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും ഞാൻ ഒരേ കാര്യം വിട്ടോ. പല ഓർമ്മയല്ലേ, നമ്മൾ ഓരോ ഓർമ്മയിലല്ലല്ലോ മനുഷ്യന്മാർ. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി പറയാൻ. അത്രയും സാധനങ്ങളെടുത്ത് അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട്. ഒരു ബോള് മല്ലിയില കട്ട് ചെയ്തെടുത്തത് വേണം ആവശ്യത്തിന്. 1 ബോള് മല്ലിയിലയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് അതേ സെയിം 1 ബൗള് കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് 2 തിന്നും നോക്കാം കേട്ടോ. 2 ഞാൻ വായിലിട്ട് നോക്കട്ടെ. നമുക്ക് 2 തിന്നും നോക്കാം, സലാഡയിലും ഇടാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയാണ് 1 ബോൾ കപ്പലണ്ടി. ഇതേപോലെ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അത് ഞാൻ വാങ്ങിയതാണ് 1 ബോളും അതേ സെയിം അളവിലാണ് മല്ലിയില ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. അതാ നോക്കിക്കാണി. എല്ലാം ഇതിൽ തന്നെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് മറിച്ചെടുക്കാം മക്കളെ. വെരി ബ്യൂട്ടിഫുൾ. യു ലുക്ക്. വാവ്, വെരി ബ്യൂട്ടിഫുൾ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തപ്പം പോളി പൊപ്പിളാപ്പി മക്കളെ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. വളരെ ഈസിയായി നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിലുണ്ട്. ആ സാധനങ്ങൾ വെച്ച് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കിക്കൊള്ളണേ. അപ്പോൾ ഇതൊന്ന് മിക്സാക്കാം. ഇനി ഈ സോസ് അതിലോട്ടൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ, ബിസ്മില്ല. ഞാൻ ഈ സോസും അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാ സോസും 1 ബോൾ സോസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതാ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തു. പൊളി പൊപ്പിളാപ്പി കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇതൊക്കെ തിന്നാനിരുന്ന് നമ്മൾ എണീറ്റ് പോവാറില്ല മക്കളെ. അത്രയും സൂപ്പറാണ്. ഈ നൂഡിൽസും സലാഡും ചിക്കനും എല്ലാം കൂടെ ഒരു ഹെൽത്തി, ഞാൻ കൂടുതലുണ്ടാക്കുന്ന ഹെൽത്തി ഫുഡാണ്. കണ്ടല്ലോ. ഇനി അതിലോട്ട് നമുക്ക് ഈ കപ്പലണ്ടി ഒരല്പം കപ്പലണ്ടി മാറ്റി വെച്ചേക്കണം. ഇത്രയ്ക്ക് മാറ്റി വെച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ സലാഡേരെ മുകളിൽ
ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, എല്ലാം കൂടെ ഇതിനകത്തിട്ട് മറിച്ച് കുഴച്ച് നമുക്ക് എടുക്കുമ്പോൾ വാവ്, ഹാ ഹാ, ഇത് ഒന്നൊന്നര ഒരു മുതലാണ് കേട്ടോ മക്കളെ, ഒന്നൊന്നര ഒരു മുതലാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്, ഞാൻ തന്നെ തേനിൻ്റെയൊക്കെ മണം ഇങ്ങനെ മൂക്കിൽ കൂടെ വരുന്ന കേട്ടോ. അപ്പം നല്ല അടിപൊളി തേനങ്ങ് ഒഴിച്ച് നല്ല നിങ്ങൾ എത്രയാണ് സലാഡ് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. എന്നാ നോക്കിക്കാണി, ഇതാണ് നമ്മളെ സലാഡ്, കണ്ടോക്കി. ഇത് ഞാനിപ്പോൾ ഒരു ബോളിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മക്കളെ. ബിസ്മില്ല. ഒന്നും പറയാനില്ല, സൂപ്പറും. എന്നാൽ ഞാൻ ഇത് ഒരു ബോൾ എടുത്തിട്ടുണ്ട്, ഇതേമാതിരി ഒരു ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടു നോക്കി, ഇതെന്താ കളർഫുള്ളെന്നറിയാമോ? പെർഫെക്റ്റ് കളർഫുള്ളാണ്. ഇത് കണ്ടാലുണ്ടല്ലോ നമ്മൾ കഴിച്ചു പോകും. സത്യം, നിങ്ങളടുത്ത് ഞാൻ വെറും വാക്കൊന്നും പറയുന്നതല്ല കേട്ടോ, ഞാൻ വെറും വാക്കൊന്നും പറയുന്നതല്ല. എല്ലാവരും ഒന്ന് വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കണേ.